ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ജോൺ മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു പോയമാണ്. 1673 അദ്ദേഹത്തിൻ്റെ പോയം കളക്ഷൻ ഉൾപ്പെട്ട ഒരു പോയമാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. നമ്പർ 19 എന്ന പേരിലാണ് അത് പബ്ലിഷ് ചെയ്തത്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ 1916 എന്നായിരുന്നു. പിന്നെ ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ടൈറ്റിൽ കൊടുത്തത് തോമസ് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു പബ്ലിഷറാണ്. ഇവിടെ വളരെ നിരാശാജനകമായ ഒരു ഓപ്പണിംഗ് ലൈനാണ് ഉള്ളത്. വളരെ പെസിമിസ്റ്റിക് ആയിട്ടാണ് പോയറ്റ് ഈ പോയം തുടങ്ങുന്നത്. അതായത് സ്പീക്കറിന് ഒരു കൺഫ്യൂഷനാണ് തോന്നുന്നത്. 42 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് അദ്ദേഹം അന്ധനായി മാറുന്നു. ജോൺ മിൽട്ടൺ 42ാമത്തെ വയസ്സിലാണ് അന്ധനായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ബ്ലൈൻഡ്നെസ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ദൈവം അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. അദ്ദേഹം എപ്പോഴും എഴുതാൻ ആഗ്രഹിക്കുകയും ദൈവത്തെ മുൻനിർത്തി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആകെ അദ്ദേഹത്തിന് എഴുതാൻ മാത്രമാണ് അറിയാവുന്നത്. അന്ധനായതുകൊണ്ട് അതും സാധിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നിരാശാജനകനായി കാണപ്പെടുന്നത്. അന്ധനായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നില്ലാത്തതിൽ ഭയങ്കര നിരാശയാണ്. ദൈവം എന്നെ ശിക്ഷിക്കും, അന്ധനായതെന്നും പറഞ്ഞ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എഴുതാതിരിക്കാനും കഴിയില്ല. 1652 അദ്ദേഹം ബ്ലൈൻഡ് ആയത്. ഈ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അദ്ദേഹം നന്നായി എഴുതിയിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ പ്രയത്നം, ശുഭാപ്തി വിശ്വാസം എന്നിവ കാരണം അദ്ദേഹം നല്ലൊരു കവിയായി. ഈ കവിത തീർച്ചയായും ആത്മാംശമുള്ളതാണ്. ആദ്യം അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ചിട്ടാണ് കവിത എഴുതിയിരുന്നത്. കാരണം അന്ധനായി പോയല്ലോ. പുതിയ ജീവിതവുമായി അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ക്ഷമയോടെ കാത്തുനിന്ന് അദ്ദേഹം ലക്ഷ്യം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുന്നു എങ്കിൽ നമുക്ക് വിജയം ലഭിക്കും. തളരാതെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കവിയുടെ കൺഫ്യൂഷൻസിൽ നിന്നുമാണ് ഈ കവിത തുടങ്ങുന്നത്. ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിനിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായി. എൻ്റെ വെളിച്ചം മുഴുവൻ ഞാൻ ഉപയോഗിച്ച് തീർത്തു. ഇപ്പോൾ മുഴുവൻ ഇരുട്ടിലാണ്. ജീവിതം മുഴുവൻ ഒരു ഇരുട്ടിലായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഉന്നതിയിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി. ഒലിവർ ക്രോംവെല്ലിൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഈ സമയത്താണ് അന്ധത ബാധിക്കുന്നത്. എൻ്റെ പ്രകാശം പോയിരിക്കുന്നു. എൻ്റെ പകുതി ജീവിതത്തിൽ എത്തിയപ്പോഴേക്കും ഞാൻ കഴിവ് ഉപയോഗിക്കാതിരുന്നാൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന് അദ്ദേഹം വിചാരിച്ചു. കഴിവ് ഉണ്ടായിട്ടും ഉപയോഗിക്കാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക എന്നത് കാണിച്ചു തരാൻ വേണ്ടി ഇതിലൊരു കഥ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ കവിതയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന സന്ദർഭമാണിത്. ഒരു മാസ്റ്ററും 3 സെർവൻസും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. മാസ്റ്റർ യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചതിന് ശേഷം കുറച്ച് രൂപ അദ്ദേഹം മൂവർക്ക് നൽകി. 3 പേരിൽ 2 പേരും രൂപ നല്ല കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചത്. അവരത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. എന്നാൽ 3ാമത്തവൻ അത് കുഴിച്ചിട്ടു. ആദ്യത്തെ 2 പേർ നന്നായി ഉപയോഗിച്ചതുകൊണ്ട് മാസ്റ്റർ തിരിച്ചു വന്നപ്പോൾ നല്ല പ്രതിഫലമാണ് കൊടുത്തത്. 3ാമത്തവൻ പൈസ നന്നായി ഉപയോഗിക്കാതെ അത് കുഴിച്ചിടുകയാണ് ചെയ്തത്. അവനെ ഡാർക്ക്നെസ്സിലേക്ക് നാടുകടത്തി. ഇവിടെ ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ ശിക്ഷ എന്നാണ് അർത്ഥം. തന്നെയും ദൈവം ഇതുപോലെ ആക്കുമോ എന്നോർത്ത് അദ്ദേഹം നന്നായി പേടിച്ചു. അന്ധതയാണെങ്കിലും കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാതിരുന്നാൽ തനിക്കും ശിക്ഷ കിട്ടും, താനും ഡാർക്ക്നെസ്സിലേക്ക് പോകും എന്ന് ജോൺ മിൽട്ടൺ ഒരുപാട് ഭയപ്പെട്ടു. ഈ ഡാർക്ക്നെസ്സിനെ ഭയന്ന് ഒരിക്കൽ പോലും തൻ്റെ ടാലൻ്റ് ഉപയോഗിക്കാതിരുന്നാൽ ദൈവം അതിനെ ശിക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പോയറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വശത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തണം, മറുവശത്ത് ഇരുട്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ല വിഷമത്തിലാണ്. ഇരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അന്ധതയാണ്. തനിക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും അന്ധത കാരണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷമമുണ്ട്. ദൈവം തന്നെ ഉറപ്പായും ശിക്ഷിക്കും.
കിട്ടിയ കഴിവിനെ ഉപയോഗിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കാരണം താൻ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. ഉള്ള ടാലൻറ്റും ഒന്നും ഉപയോഗിക്കാതെ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന താൻ വെറുതെ ടാലൻറ്റ് കളഞ്ഞ് ഇരിക്കുകയാണ് എങ്കിൽ ദൈവം തന്നെ ഉറപ്പായും ശിക്ഷിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നെയും അദ്ദേഹം ഡാർക്ക്നെസ്സിലേക്ക് തള്ളിവിടും. ഒരു വശത്ത് ബ്ലൈൻഡ്നെസ്സും മറുവശത്ത് ദൈവവുമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ദൈവത്തെ പ്രകീർത്തിച്ച് കവിത എഴുതാൻ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കഴിവും ദൈവം തന്നതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തന്നെയുമല്ല, ദൈവത്തിന് ഒരിക്കലും നമ്മുടെ സേവനം ആവശ്യവുമില്ലെന്നും ദൈവത്തെ നമ്മളാണ് അനുസരിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തിന് അങ്ങനെയാണ് ഇഷ്ടം. നല്ല അനുസരണാശീലമുള്ളവരെയാണ് ഇഷ്ടം. ഇപ്പോൾ താൻ ദൈവത്തെ അനുസരിക്കുന്നില്ല. കാരണം ദൈവം തന്നിരിക്കുന്ന ടാലൻറ്റ് ഉപയോഗിക്കാതെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ദൈവത്തിന് നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ദൈവത്തിൽ നിന്നും വിട്ടു നിന്ന് ജീവിക്കുന്നത് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെപ്പോഴും ദൈവത്തിന് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളെ നിയന്ത്രിക്കാനുള്ള അവസരം ദൈവത്തിന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിയന്ത്രണം എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതിന് നല്ല ക്ഷമ ആവശ്യമുണ്ട്, അനുസരണ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പോയട്രി എഴുതിയില്ലെങ്കിലും ദൈവത്തിന് അനുസരണയാണ് വേണ്ടത്. ഒരു രാജാവിന് ഒരുപാട് സെർവൻ്റ് ഉണ്ട്. അവർക്ക് ചെയ്യാനുള്ള ഊഴം അവരെപ്പോഴും നോക്കിയിരിക്കും. എന്നിരുന്ന പോലെ തന്നെ ദൈവത്തിന് ഒരുപാട് മനുഷ്യരായിട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ അവരുടെ സേവനം കറക്റ്റ് സമയത്ത് അവരുടെ ഊഴം വരുമ്പോൾ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അവനവൻ്റെ ഊഴത്തിന് വേണ്ടി അനുസരണയോടെ കാത്തിരിക്കുന്നവനാണ് മനുഷ്യർ എന്നും അദ്ദേഹം പറയുന്നു. അനുസരണയോടെ കാത്തിരിക്കുന്നവരെയാണ് ദൈവത്തിന് ഏറെ ഇഷ്ടമെന്നും പറയുന്നു. ഇതൊരു സോണറ്റ് ആണെന്നറിയാമല്ലോ. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ടെങ്കിലും സാധാരണ സോണറ്റിൻ്റെയൊക്കെ ആദ്യ ലൈനാണ് സോണറ്റിൻ്റെ പേരായി വരുന്നത്. ഈ പോയത്തിൻ്റെ ആദ്യ ലൈൻ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ് എന്നാണ്. അപ്പോൾ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലായിട്ടും വരുന്നുണ്ട്. ഒരു സോണറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലിറ്റിൽ സൗണ്ട് എന്നാണ്. 2 തരത്തിലുള്ള സോണറ്റ്സ് ആണുള്ളത്. ഇറ്റാലിയൻ ഓർ പെട്രാർക്കൻ സോണറ്റ്, ഷേക്സ്പിയറിയൻ ഓർ ഇംഗ്ലീഷ് സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റ് 14th സെഞ്ച്വറി പോയറ്റായ പെട്രാർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സോണറ്റ് ലവ് സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ പാർട്ട് ഒക്ടേവ് എന്നും ബാലൻസ് പാർട്ട് സെസ്റ്ററ്റ് എന്നും അറിയപ്പെടുന്നു. ഒക്ടേവ്, സെസ്റ്ററ്റ്. ABBA, ABBA, CDE, CDE അല്ലെങ്കിൽ ABBA, ABBA, CDC, CDC. ഇങ്ങനെയാണ് ഇറ്റാലിയൻ ഓർ പെട്രാർക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം വരുന്നത്. മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് വേറെ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. അതുപോലെ തന്നെ നമ്പർ 16 എന്നും പറയുന്നുണ്ട്.